അയ്യോ എന്റെ പൊന്നു മോഹനതാ ഈ സൈക്കിളൊക്കെ ചവിട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ഈ പെട്രോൾ വില വർധനയ്ക്കെതിരെ അന്തരീക്ഷ മലിനീകരണത്തിനൊക്കെ സമരം ചെയ്തിട്ടേ കാറയിലും ജീപ്പയിലൊക്കെ പോകുന്നത് മോശമല്ലേ? നീ അവിടെ ചവിട്ട്, ഇത് ആരോഗ്യത്തിന് നല്ലതല്ലേ? അത് മോഹൻ പറഞ്ഞ ന്യായം. കേറട്ടെ വാ. സൈക്കിളിൽ ഓട്ടം പാടാന്ന് പറഞ്ഞിട്ട് അവനെ ചവിട്ടി കയറ്റി എത്തി. ഓ ഇച്ചിരി നേരമായി. എന്നാടാ എന്താ പൊന്നു മാവനതാ ഈ മുടിഞ്ഞ കയറ്റം ചവിട്ടി കയറ്റി ചങ്ക് വാ വിളിച്ചു. കുറച്ചും കൂടെ ഉള്ളു, വാന്നേ. മോഹനതാ നമുക്കൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോയാലോ? വേണ്ട വേണ്ട വേണ്ട, അവിടെ നിന്ന് ഫുഡ് അടിക്കാമല്ലോ. വാ വാ ഇറക്കോ വാ. മോഹനതാ അകത്തോട്ട് വാടാ. മോഹനും ചെല്ലേ, ഞങ്ങൾ വന്നേക്കാം. ആണോ? അവര് പോയി, നമുക്കൊന്ന് കഴിച്ചാലോ? ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്തായിട്ട് മനുഷ്യർ മാറി ചിന്തിക്കും. നല്ല പരിപാടിയാണ് മനുഷ്യ. എനിക്കെല്ലാരും ഒരുപോലെ വാങ്ങുന്നതാ. എനിക്ക് അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ വേണം. ആണൊരു ബീഡി മാറ്റി ബീഡി താഴെ ഉണ്ട്. ഇവിടെ ടോപ്പ് മദ്യമാണല്ലോ. നമുക്ക് താഴെ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം കേട്ടോ. അതിനെ പരിപാടിയാ. അല്ല പറഞ്ഞത്, ഇത് നമുക്ക് കുറച്ചു പേർക്ക് മാത്രമുള്ള ഒരു സെറ്റപ്പ്. എന്ത് സെറ്റപ്പ്? നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന മദ്യം താഴെ കൊടുക്കാൻ പറ്റണം, അല്ല എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം, അല്ലെങ്കിൽ ഈ പരിപാടി നടത്തരുത്. അല്ല മകനോ, നമുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാൻ ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന വരത്തില്ല. നിങ്ങൾ ഈ വലിയ പുരോഗമനവാദവും മിശ്രവിവാഹവും ഒക്കെ നടത്തിയിട്ട് ഇമാതിരി പരിപാടിയാണ് കാണിക്കുന്നത്. ഇതുപോലുള്ള പരിപാടിക്ക് എന്നെ വിളിച്ചേക്കരുത് പലയിടത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയല്ല ഞാൻ എന്നത് അങ്ങനെയല്ല. ഞാൻ ഈ പരിപാടി ബഹിഷ്കരിക്കുക. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചേ വന്നേടാ. മകനതാ ഞാൻ പോടും. ഉമ്മാരെയൊക്കെ വിളിച്ച് എന്നാ പറഞ്ഞു. നമ്മുടെ ആൾക്കാരെല്ലാം ഇറങ്ങി. പക്ഷാഭേദം കാണിക്കുന്ന പന്തി നമ്മൾ ആയിരിക്കുന്നില്ല. ഈ ചടങ്ങ് നമ്മൾ ബഹിഷ്കരിച്ചിരിക്കുന്നു. എല്ലാരും വാടാ. അതെ, കുടുംബശ്രീന്ന് ഒരു ടൂറ് പോകുന്നുണ്ട്, ഞാനും കൂടെ പൊക്കോട്ടെ? ഈ കൊറോണയും പിടിച്ച് ടൂറ് പോയി മര്യാദയ്ക്ക് ഈ സമയത്ത് വീട്ടിലെങ്ങാനും ഇരിക്കാൻ നോക്ക്. ടൂറ് എന്റെ പൊന്നു പപ്പ, മമ്മി ഒന്ന് പൊക്കോട്ടെ. മമ്മി അങ്ങനെ പോകാറൊന്നും ഇല്ലല്ലോ. നീ നേരിട്ട് എഴുന്നേറ്റ് അമ്മയെ സഹായിക്കടി അടുക്കളയില്. എന്റെ പൊന്നു മകവണ്ണതാ, കിട്ടുന്ന അടിച്ചിട്ട് പോകാൻ പോരായിരുന്നു. അവിടെ കിടന്ന തായങ്കളിയുടെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ചുമ്മാ രാവിലെ എന്റെ വായന കേൾപ്പിക്കരുത് കേട്ടോ. ഭക്ഷണം ഉണ്ടായിരുന്നു മോനോ? ഞാൻ ആര് കഴിച്ചു? ഞങ്ങൾ ആ ചടങ്ങ് ബഹിഷ്കരിച്ചായിരുന്നല്ലോ. അത് ശരി. ഞാൻ അമ്മാരോട് കാറ്ററിംഗ് ചോദിച്ചതാ. അമ്മാര് കൂടിയ ടീമിനെ കൊടുക്കുള്ളൂ. നമുക്കൊന്നും പറ്റിയ ഭക്ഷണം മോശമാണെന്ന് പലരും എന്നോട് പറഞ്ഞു. ആയിരിക്കുമല്ലോ. നാളെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ ചോറും കറിയും തന്നെ മതിയോ, അത് കുറച്ച് ബിരിയാണി പിടിക്കണമെന്നൊരു ആലോചന. അതിനെ ആലോചിക്കാനും നിങ്ങൾ എല്ലാരും കൂടെ കൂടി ഉണ്ടാക്കടാവേ. അല്ലേ? സന്തോഷമുള്ള പരിപാടിയില്ലേ? ഉണ്ടാക്കാം അല്ലേ? കൊറോണ ഒക്കെ ആയതുകൊണ്ട് ബന്ധുക്കാർ മാത്രമേ കാണുള്ളൂ.
ഒരു 50 പേര് കാണും. നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 25 എനിക്ക് തരാം. നാളെ ഒരു പരിപാടിയുണ്ട്. ആ അപ്പൊ 50, 25, 75. അത് പിടിക്കാം. നമ്മള് പറയണേ. എന്താ പരിപാടി? അത് ഒന്നുമില്ല, നാളെ കൊച്ചിന്റെ ബർത്ത്ഡേ, അപ്പൊ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയാലൊന്ന് ആലോചിച്ചു. ഉണ്ടാക്ക്. ഉണ്ടാകണം. ധന്യയുടെ ബന്ധുക്കാരൊക്കെ വരുന്നോണ്ട് വീട്ടിലൊരു അസൗകര്യം ആയിരിക്കും. എടാ നമ്മളെ വീട്ടിൽ വേണം സെറ്റ് ചെയ്യാം. ആണോ? പെമ്പ്രവത്തേക്ക് വെച്ചാൽ അവളുടെ വീട്ടിൽ പോവാം. ആ അവളാ. എന്നാ ഒരു കാര്യം ചെയ്യാം, മൊത്തം ഒരു 100 പിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും വേണേ കൊടുക്കാലോ. അല്ലാതെ എനിക്കും കൂടെ കുറച്ച് തരണേ. ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്റെ പെപ്പറയ്ക്ക് മുടിഞ്ഞ ഇഷ്ടമാണ്. ആ ആയിക്കോട്ടെ, ഓക്കെ. ചായ. ആ സാറേ, ഞാനിതാ വന്നോണ്ടിരിക്കുന്നു. ഒറ്റ ചായ കുടിക്കുന്ന അവസരം. ഏയ് അതില്ല, സാറിന്റെ വർക്ക് എങ്ങനെ ഉഴപ്പാൻ പറ്റുമോ? ശരി ശരി. തിരക്കായിരിക്കുമല്ലേ ഏട്ടാ? പണിക്കാരല്ല ഉഴപ്പാന്ന്. ആ ഹലോ. പറയണേട്ടാ, ആ മോനെ രാജീവ്, എവിടെയാടാ? ഞാനേ മേലൂരാണ്. ഒരു 850 രൂപ മട്ടൻ ബിരിയാണി. 850 പേരുടെ പരിപാടിയോ ഈ സമയത്തോ? ആ നമ്മുടെ MLA അളിയന്റെ പൊരേട്ടാ. പറയട്ടാ. അല്ല ഒന്നുമില്ലടാ, നാളെ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയാലൊന്നൊരു പ്ലാൻ. നീ ഫ്രീ ആണെങ്കിൽ ചാട്, കുറെ ആയാലേ കൂടിയിട്ട്. നമ്മുടെ കൊച്ചിന്റെ പൊരേട്ടാ, ഞാൻ എത്തിക്കോളാം. ഇത് കഴിഞ്ഞു. ആ ശരി. ഊരി സെറ്റ് ചെയ്യല്ലേ? സാറ് റെഡി ആയിട്ടാ, ഒന്ന് കയറ്റിക്കോ. ഞാൻ പാല വരെ പോവാ. ഒരു 1500 രൂപ പരിപാടി ഉണ്ട്. 100 പേർക്ക് ബിരിയാണിയോ? നമ്മളാകെ 50 പേരല്ലേ വിളിച്ചിട്ടുള്ളൂ. കൊറോണയായിട്ട് എല്ലാവരും വരുമൊന്നുമില്ല. നമുക്ക് ചോറുണ്ടാക്കാം ചേട്ടാ, ചോറും ബീഫ് കറിയും ഒക്കെ. ചേട്ടൻ പോകണ്ട, അവിടെ നിൽക്ക്. എന്റെ കൊച്ചിന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണ്ടേ തന്നെ? എന്റെ അച്ഛനും അമ്മ നീ ബിരിയാണി ഒന്നും തിന്നില്ല. നിന്റെ അച്ഛനും ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ കഴിക്കണ്ടേ? ഞാൻ ഉണ്ടാക്കും, ഞാൻ തീരുമാനിച്ച. ശരിയോ? നീ എന്ത് വേണേലും ഉണ്ടാക്കിക്കോ. അവസാനം ചോദിക്കാൻ അടുത്ത് വന്നേക്കറിയോ? എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പോ പൈസ കണക്കോ? പൈസയാണോ ലോകത്ത് പ്രധാനം?